ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ പോകുന്നത് പാലക്കാട് ലുലു മാൾ വീഡിയോ ആണ്. ഉള്ളിൽ കയറി നോക്കിയപ്പോഴാണ് അറിയുന്നത് ഒടുക്കത്തെ തിരക്ക്. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നിന്ന് തിരിയാൻ അവിടെ ഗ്യാപ്പില്ല, അത്രയും തിരക്കായിരുന്നു. വന്നത് വേസ്റ്റായി എന്നാ വിചാരിച്ചു. എങ്ങനെ വീഡിയോ എടുക്കും ഈ തിരക്കിലൊന്ന്. അങ്ങനെ ഓരോരോ കടയിൽ കയറി അവിടെ ഉള്ള ഓരോരോ ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു. ഇവരുടെ ഷോപ്പിൽ അവനെ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റങ്ങളായിരുന്നു മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കടയിൽ ഫുള്ള് അച്ചാർ ഐറ്റംസ്, എല്ലാ വെറൈറ്റി അച്ചാർസ് അവിടെയുണ്ട്. ജാമ്, അച്ചാർ, അങ്ങനത്തെ ഐറ്റംസ്. ഞാനൊന്നും ഇത്ര അച്ചാറൊന്നും കണ്ടിട്ടേ ഇല്ല. നമുക്ക് അറിയുന്നത് മാങ്ങ, ചെറുനാരങ്ങ, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് ഊരുപ്പെട്ട അച്ചാർ, ഇത് ഫുള്ള് സ്നാക്സ് ഐറ്റങ്ങൾ. അവിടെ പോയി നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരനും ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ അവരെ അങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിന് പതുക്കെ അങ്ങനെ ഓരോരു കട ഇങ്ങനെ നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പ്രൊഫഷനായത് പച്ചക്കറി. അവിടെ പോയപ്പോൾ നല്ല ഫ്രഷായിരുന്നു പച്ചക്കറിയൊക്കെ. ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ള വില അത്രയും വില ഉണ്ടായിരുന്നു. കുറവുമല്ല കൂടുതലുമല്ല, ഒരു മീഡിയമാണ്. എല്ലാം നല്ല ഫ്രഷായിരുന്നു. എ സിയിലുള്ളതുകൊണ്ട് എല്ലാം ഫ്രഷായിരുന്നു. പുറത്ത് വരുമ്പോൾ അതിൻ്റെ പ്രശ്നം പോയിരിക്കും. എല്ലാ ഐറ്റംസും ഉണ്ട്. ചൈനീസ് ഐറ്റം, നമ്മുടെ ഇന്ത്യൻ ഐറ്റം, എല്ലാ രാജ്യത്തെ പച്ചക്കറി ഇവിടെയുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകൾ പിന്നെ നല്ല സ്വഭാവമുള്ളവർ, എല്ലാം നല്ല നമുക്ക് സപ്പോർട്ട് ചെയ്തവർ. ഒരു വീഡിയോ എടുക്കുമ്പോൾ അവർ ഭയങ്കര ഒരു പൊങ്ങച്ചൊന്നും കാണിക്കാതെ ഒരു മര്യാദയ്ക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്തവർ. ഇത് പിന്നെ അടുത്ത ഫ്രൂട്ട്സ് ലൈനിൽ വന്നു. ഞാനൊന്നും ഈ ഫ്രൂട്ട്സ് ഒന്നും കണ്ടിട്ടേ ഇല്ല. അങ്ങനെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം അവിടെ ഉണ്ട്. ഗിവി അങ്ങനെയുള്ള സാധനങ്ങൾ ഫുള്ളായിട്ടുണ്ട് ഇവിടെ. ഇപ്പുറത്തുള്ള ഫ്രൂട്ട്സിന് എന്താ പേരെന്ന് അറിയില്ല. അത് നമ്മുടെ പഴം, നമ്മുടെ നാടൻ ഐറ്റങ്ങൾ, നമുക്കറിഞ്ഞ പഴങ്ങൾ. ആപ്പിളിൽ ഒരുപാട് വെറൈറ്റി ആപ്പിൾ ഉണ്ടായിരുന്നു ഇവിടെ. പച്ചയും അതുപോലെ കാശ്മീറും, അതിലും നിറയെ ഡിഫറെൻറ്റ് ആപ്പിൾ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് കേക്ക്, നോൺ ആൽക്കഹോൾ വൈന്, അങ്ങനെയൊക്കെ നിറയെ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഷോപ്പിൽ ഫുള്ളായിട്ട് ഐസ്ക്രീം, അങ്ങനെ ഐറ്റങ്ങൾ, പാല്. പിന്നെ ഒരു ഇതിൽ വന്നിട്ട് അങ്ങനെ ഈ അച്ചാർ പൊടി, മീനച്ചാർ പൊടി, ഇഡ്ഡലി പൊടി, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ. ഇത് സ്നാക്സ് ഐറ്റങ്ങൾ. ഇത് എല്ലാ ഇറച്ചീൻ്റെ, ചിക്കൻ്റെ എല്ലാ പാർട്സും ഉണ്ട് ഇവിടെ. പക്ഷേ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല സപ്പോർട്ട്, നല്ല സ്വഭാവമുള്ള ആൾക്കാർ. അതുപോലെ മട്ടൻ്റെ എല്ലാ പീസും അവിടെ കിട്ടുന്നുണ്ട്. ഏത് പീസോടെ പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എടുത്ത് തരുന്നുണ്ട് എല്ലാതും. പിന്നെ അവരുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരാൾ പിന്നെ ആട് അറുത്തിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രഷായിട്ട്. അങ്ങനെ അതും വീഡിയോ എടുത്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം മീനുകൾ. എന്തെല്ലാം മീനാണ്! ഞാനിതൊന്നും ഇങ്ങനത്തെ മീനൊന്നും കണ്ടിട്ടേ ഇല്ല. കുറേ ഐറ്റങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല, ഡിസ്കവറിൽ മാത്രം കണ്ടതാണ്. നമ്മുടെ കരിമീൻ, ചാള, ചൂര, എല്ലാ സാധനവും ഉണ്ട്. അതുപോലത്തെ നമ്മുടെ നാടൻ മീൻ, അതായത് പുഴയിലൊക്കെ കിട്ടുന്ന ആ മീനടക്കം അവിടെയുണ്ട്. പള്ളത്തി, പരള്, ഇത് നെണ്ട്. ഈ സാധനമൊക്കെ ഞാൻ ഡിസ്കവറിൽ മാത്രമേ കണ്ടത്, പക്ഷെ അവിടെ വെച്ചിരിക്കുന്നു. കണ്ടപ്പോൾ നമുക്ക് അതിശയം തോന്നി. അതാ പറഞ്ഞില്ല, പരലിമീൻ, വള്ളത്തി, അങ്ങനെയൊക്കെ എല്ലാ ഉണ്ട്. ഇതൊക്കെ പുഴയിലും ആറിലൊക്കെ വരുന്ന സാധനമാണ്. പിന്നെ ഫൈറ്റർ മീൻ, അക്വേറിയം ടാങ്കോടെ വെക്കുന്നവർ. അങ്ങനെ ശരി, താഴെ കഴിഞ്ഞ് ഒന്ന് മേലെ പോകുന്ന തിരക്ക് കണ്ടപ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, ഇവരാണ്. പക്ഷെ അവിടെ പോയപ്പോൾ ഒരു 5-6
കുറേ ആൾക്കാർ നമുക്ക് അറിഞ്ഞ സബ്സ്ക്രൈബ് ചെയ്ത് നിറയെ ആൾക്കാരുണ്ട്, എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മകന് ഫുഡ് വേണം പറഞ്ഞ് ഫുഡ് കഴിക്കാൻ നോക്കിയാൽ ഒരു സീറ്റും ഇല്ല, അത്രയും തിരക്കായിരുന്നു, ഗ്യാപ്പേ ഇല്ല. ഇതാണ് അവസ്ഥ. തിരക്ക് പറഞ്ഞ അമ്മാതിരി തിരക്കായിരുന്നു. അങ്ങനെ കൂട്ടുകാരന്മാരും അവൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ അവനെ ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ തിരക്കി പോയി അങ്ങനെ മെനു കാർഡൊക്കെ ബാക്കി ഒരു ഫ്രൈഡ് റൈസ് പിന്നെ ജ്യൂസ് ഒന്ന് ഓർഡർ ചെയ്തു, ചിക്കൻ ഫ്രൈഡ് റൈസ്. അതിനൊന്ന് ടേസ്റ്റ് നോക്കി, കുഴപ്പമില്ല, ഒരു മര്യാദയ്ക്കുള്ള ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മകനും ഞാനൊക്കെ കഴിച്ച് വൈഫൊക്കെ അവരൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് വന്നത്. അപ്പോഴേക്കും അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഒരു ചോദിച്ചു യൂട്യൂബറാണോ ചോദിച്ചാൽ അതെ. ആ ചേച്ചിക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെയൊക്കെ കഴിച്ച് ഒന്ന് പതുക്കെ ഒന്ന് ഇറങ്ങി. തിരക്ക് അപ്പോഴും തിരക്ക് കുറയുന്ന പാടില്ല. പിന്നെ എൻ്റെ മകന് റിമോട്ട് കാർ വേണം പറഞ്ഞ് കുറേയായി. ശരി, അവനൊക്കെ റിമോട്ട് കാർ വാങ്ങാൻ ചോദിച്ചു. അങ്ങനെ ഒരു വഴി റിമോട്ട് കാർ കിട്ടി. പക്ഷേ റിമോട്ട് കാറിൻ്റെ വില കേട്ടപ്പോൾ അത് രണ്ടിനും ഒരു കാറേ പുതിയ കാറ് എടുക്കാം, അത്രയും വിലയുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ഇവർ എൻ്റെ ഒരു റിലേറ്റീവാണ്, അവരൊരു യൂട്യൂബേഴ്സാണ്. അപ്പോൾ അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് സംസാരിച്ച് അങ്ങനെ വാങ്ങിയ സാധനത്തിനൊക്കെ ബില്ലടിച്ചിട്ട് അങ്ങനെ പതുക്കെ പുറത്ത് വന്നു. അവിടെയും നമ്മളൊരു നിറയെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പതുക്കെ ഒന്ന് ഇറങ്ങി വീടെത്തി.